Hi, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഹൈവേ എഞ്ചിനീയറിലെ കുറച്ച് MCQ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ. The Nagpur road plan formula were prepared assuming option A star and grid pattern, option B hexagonal pattern, option C rectangular and block pattern, option D minimal travel pattern. ആൻസർ ഏതാ? സ്റ്റാർ ആൻഡ് ഗ്രിഡ് പാറ്റേൺ. നാഗ്പൂർ റോഡ്. ഫസ്റ്റ് 20-year പ്ലാൻ ആണ് നാഗ്പൂർ റോഡ് പ്ലാൻ. ഏത് വർഷമാണ് സ്റ്റാർട്ട് ചെയ്തത്? 1943 മുതൽ 1963. എയിം എന്തുവായിരുന്നു? 16 കിലോമീറ്റർ പെർ 100 കിലോമീറ്റർ സ്ക്വയർ. കിലോമീറ്റർ പെർ 100 കിലോമീറ്റർ സ്ക്വയറിൽ 100 കിലോമീറ്റർ സ്ക്വയറിൽ വരുന്നത് 16 കിലോമീറ്ററോളം റോഡ് ഡെവലപ്പ് ചെയ്യുക. അതായിരുന്നു നാഗ്പൂർ റോഡ് പ്ലാൻ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. Who was the Surveyor General of Roads in England whose new concept of road construction became known by the year 1827? Option A Napoleon, option B John Mcq'S, option C Kpsc, option D Thomas Telford. Answer എന്തോ? Mcq'S. Right answer John Mcq'S. Which of the following periods are true? Option A Kpsc, Mcq'S construction, Telford construction, Metcalfe construction. ഏതാണ് റൈറ്റ് ആൻസർ? ട്രസാക്കറ്റിന്റെ കാലഘട്ടമാണ് 1716 തൊട്ട് 1796 വരെ. ബാക്കിയുള്ളവർ നോക്കാം ഏതൊക്കെയാണെന്ന്. മക്കളുടെ കൺസ്ട്രക്ഷൻ എന്ന് മുതലായിരിക്കും 1756 മുതൽ 1836 വരെ. അടുത്തത് ടെൽഫോർഡ് കൺസ്ട്രക്ഷൻ 1757 മുതൽ 1834 വരെ. മെറ്റ്കാഫ് കൺസ്ട്രക്ഷൻ എപ്പോഴാണ്? 1717 മുതൽ 1810. അത്രയ്ക്ക് ഇമ്പോർട്ടൻ്റ് ഇല്ല, ജസ്റ്റ് ഒന്ന് നോക്കി വെക്കുക. അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. Under which classification of roads paved roads are classified? Option A based on type of carriage, option B based on season, based on population, option D based on type of pavement. ഏതായിരിക്കും? based on season അല്ല, based on population അല്ല. ഇതിലേതായിരിക്കും? based on type of carriage വേണോ, based on type of pavement ആണോ? type of pavementനകത്താണ് ഫ്ലെക്സിബിളും റിജിഡും. based on type of carriage പേവ്ഡും അൺപേവ്ഡും. അപ്പോൾ അത് മാറിപ്പോകരുത്. അടുത്തത് നോക്കാം. The following is the one of the main feature of the Roman roads. The total thickness of the construction was high as 0.75 to 1.0 meters at some places. Option B the wearing course consisted of trussed moderate zone blocks set in mud mortar. Option C they were built after the hardest atom is removed. Option D they were built once the soft soil reached. ഏതാണ്? ഓപ്ഷൻ ഡി ആണോ? അല്ല, സോഫ്റ്റ് സോയിൽ അല്ല. ഹാർഡസ്റ്റ് ആയിട്ട് റിമൂവ് ചെയ്യോ? ഇല്ല. ദ വിയറിംഗ് കോഴ്സ് ട്രസ്ഡ് മോഡറേറ്റ് സ്റ്റോൺ ബോക്സ് സെറ്റ് ഇൻ മഡ് മോട്ടർ അല്ല. റൈറ്റ് ആൻസർ ഏതാണ്? ദ ടോട്ടൽ തിക്നെസ് ഓഫ് കൺസ്ട്രക്ഷൻ വാസ് ഹൈ ആസ് 0.75 to 1.2 meters അറ്റ് സം പ്ലേസ്. കൺസ്ട്രക്ഷൻ്റെ ഹൈറ്റ് കൂടുതലായിരുന്നു. അടുത്ത നോക്ക്. ബോംബെ റോഡ് പ്ലാൻ ഈസ് കോൾഡ് fourth 20-year plan, second 20-year plan, first 20-year plan, third 20-year plan. ഏതാണ്? സെക്കൻഡ്.
അടുത്ത question. As per IRC, what shall be the maximum length of truck and trailer combination of road vehicle? റോഡിൽ കൂടെ പോകുന്നത് മാക്സിമം ലെങ്ത് ആണ്. ട്രക്കും ട്രെയിലറും കൂടെ കോമ്പിനേഷൻ്റെ രണ്ടും കൂടെ കൂടിച്ചേർന്നിട്ടുള്ളത്. ഓപ്ഷൻ എ 12 മീറ്റർ, ഓപ്ഷൻ ബി 16 മീറ്റർ, ഓപ്ഷൻ സി 80 മീറ്റർ, ഓപ്ഷൻ ഡി 11 മീറ്റർ. ശരി ഉത്തരം 80 മീറ്റർ. അടുത്തത്, ദ റോഡ് പോർഷൻ യൂസ്ഡ് ബൈ വെഹിക്കുലർ ട്രാഫിക് ഈസ് നോൺ ആസ് ഫുട്പാത്ത്, മോട്ടോർവേ, എക്സ്പ്രസ് വേ, കാരേജ് വേ. ഓപ്ഷൻ ഡി കാരേജ് വേ ആണ്. അടുത്ത ചോദ്യം, ദ ലെങ്ത് ഓഫ് നാഷണൽ ഹൈവേസ് ആസ് പെർ തേർഡ് 20-year plan is given by. The length of national highway as per third 20-year plan is given by. Option area of the country divided by 75, area of the country divided by 50, area of the country divided by 25. Option D, area of the country divided by 40. ആൻസർ ഏതാണ്? നാഷണൽ ഹൈവേയുടെ കേസ് വരുമ്പോൾ ഡിവൈഡ് ബൈ ഏതാണ്? ആൻസർ ഏതാണ്? ഏരിയ ഓഫ് ദ കൺട്രി ഡിവൈഡ് ബൈ 50. ഇപ്പോൾ സ്റ്റേറ്റ് ഹൈവേയുടെ കാര്യം വരുമ്പോൾ ഏരിയ ഓഫ് സ്റ്റേറ്റ് ഡിവൈഡ് ബൈ 25. അത് മേജർ ഡിസ്ട്രിക്ട് റോഡ് വരുവാണെങ്കിൽ ഇതിൻ്റെ പകുതി, ഏരിയ ഓഫ് സ്റ്റേറ്റ് ഡിവൈഡ് ബൈ 12.5. അടുത്തത്, roads which connect villages with the towns of cities are classified as. വില്ലേജ് തമ്മിൽ കണക്ട് ചെയ്യുന്നത് ഓപ്ഷൻ എ മേജർ ഡിസ്ട്രിക്ട് റോഡ്, ഓപ്ഷൻ ബി സ്റ്റേറ്റ് ഹൈവേ, ഓപ്ഷൻ സി മൈനർ ഡിസ്ട്രിക്ട് റോഡ്, ഓപ്ഷൻ ഡി വില്ലേജ് റോഡ്. ഏതായിരിക്കും? വില്ലേജ് റോഡ്. അടുത്ത ക്വസ്റ്റ്യൻ, റോഡ്സ് വിച്ച് കണക്ട് ഡിസ്ട്രിക്ട് ഹെഡ് ക്വാർട്ടേഴ്സ് ഓഫ് എ സ്റ്റേറ്റ് ഈസ് കാൾഡ്. സ്റ്റേറ്റിന്റെ ഡിസ്ട്രിക്ട് ഹെഡ് ക്വാർട്ടേഴ്സ് തമ്മിൽ കണക്ട് ചെയ്യുന്നത് റോഡ് ഏതാണ്? ഓപ്ഷൻ എ നാഷണൽ ഹൈവേ, ഓപ്ഷൻ ബി സ്റ്റേറ്റ് ഹൈവേ, ഓപ്ഷൻ സി ഡിസ്ട്രിക്ട് റോഡ്, ഓപ്ഷൻ ഡി വില്ലേജ് റോഡ്. ഏതാണ് ആൻസർ? ഓപ്ഷൻ എ, ഓപ്ഷൻ ബി സ്റ്റേറ്റ് ഹൈവേ ആണ്. റോഡ്സ് ഡിസ്ട്രിക്ട് ഹെഡ് ക്വാർട്ടേഴ്സ് തമ്മിൽ, സ്റ്റേറ്റ് തമ്മിലുള്ള ഡിസ്ട്രിക്ട് ഹെഡ് ക്വാർട്ടേഴ്സ് കണക്ട് ചെയ്യുന്ന റോഡ് ഏതാണ്? സ്റ്റേറ്റ് ഹൈവേ ആണ്. അടുത്തത്, ദ മിനിമം കോഎഫിഷ്യന്റ് ഓഫ് ലാറ്ററൽ ഫ്രിക്ഷൻ ഫോർ ഹൈവേ ഈസ്. ഓപ്ഷൻ എ 1, ഓപ്ഷൻ ബി 0.5, ഓപ്ഷൻ സി 0.3, ഓപ്ഷൻ ഡി 0.15. ഏതാണ് ലാറ്ററൽ ഫ്രിക്ഷൻ ഓഫ് ഹൈവേ? 0.15. റൺവേയുടെ കേസിലാണെങ്കിലോ 0.13. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അടുത്ത ക്വസ്റ്റ്യൻ, ദ സിറ്റി റോഡ്സ് വിച്ച് ആർ മെന്റ് ഫോർ ത്രൂ ട്രാഫിക് യൂഷ്വലി ഓൺ കണ്ടിന്യൂസ് റൂട്ട് ആർ നോൺ ആസ്. കാരേജ് വേ, എക്സ്പ്രസ് വേ, ആർട്ടേരിയൽ സ്ട്രീറ്റ്സ്, സബ് ആർട്ടേരിയൽസ്. ആൻസർ ആർട്ടേരിയൽ സ്ട്രീറ്റ്സ്. കണ്ടിന്യൂസ് റൂട്ട്. In which one of the following year Government of India bought into a motor vehicle act? 1929, 1934, 1939, 1950. ഏതാണ്? 1939. 1934. 34 എന്തായിരുന്നു? IRC. 29 സെൻട്രൽ റോഡ് ഫണ്ട്. and 50 CRRI, Center Research Road Institution. അടുത്തത് നോക്കാം. According to third road development plan, which of the following categories of road is included in the secondary system? എത്ര സിസ്റ്റം ഉണ്ടായിരുന്നു? പ്രൈമറി സിസ്റ്റം ഉണ്ട്, സെക്കൻഡറി ഉണ്ട്, ടെർഷ്യറി ഉണ്ട്. പ്രൈമറിക്കകത്ത് എക്സ്പ്രസ് വേയും നാഷണൽ ഹൈവേ, സെക്കൻഡറിക്കകത്ത് സ്റ്റേറ്റ് ഹൈവേ, മേജർ ഡിസ്ട്രിക്ട്.
തഹസിൽക്കകത്ത് അതർ ഡിസ്ട്രിക്ട് റോഡും വില്ലേജ് റോഡ്സും. ഇപ്പോൾ ആൻസർ ഏതാണ്? കാറ്റഗറി ഓഫ് റോഡ് ഈസ് ഇൻക്ലൂഡ് ഇൻ ദ സെക്കൻഡ് സിസ്റ്റം. ഏതാണ്? നാഷണൽ ഹൈവേ തമ്മിൽ പ്രൈമറിക്കകത്ത് പോകും, ഇത് ടെറിഷറിക്കകത്ത് പോകും. അതെ, MDR ഏതല്ല? സെക്കൻഡറി. അടുത്ത ക്വസ്റ്റ്യൻ. ബോർഡർ റോഡ്സ് ഓർഗനൈസേഷൻ ഓഫ് ഹില്ലി റീജിയൻസ് വാസ് ഫോംഡ് ഇൻ എന്നാണ്? 1960-ലാണ്. ഓർത്തുക. അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. അക്കോർഡിംഗ് ടു നാഗ്പൂർ പ്ലാൻ, ഇന്ത്യ റോഡ്സ് ഹാവ് ബീൻ ക്ലാസിഫൈഡ് ഇൻടു ഏതൊക്കെയാണ്? നാഷണൽ ഹൈവേ, സ്റ്റേറ്റ് ഹൈവേ, മേജർ ഡിസ്ട്രിക്ട് റോഡ്, അതർ ഡിസ്ട്രിക്ട് റോഡ്, വില്ലേജ് റോഡ്സ്. എത്ര ഉണ്ട്? 5. ഇപ്പോൾ 5 കാറ്റഗറീസ് ആണ് ഡിവൈഡ് ചെയ്തേക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. In which one of the following year Jaker Committee was formed? 1927, 1928, 1934, 1939. ഇതാണ് 1927. അടുത്ത ക്വസ്റ്റ്യൻ. IRC was set up in the year 1934. പറഞ്ഞായിരുന്നു. The CRRI was proposed by the option A Nagpur Road Plan, Bombay Road Plan, option D National Transport Development Policy Committee, option D Jaker Committee. ഏതാണ്? Jaker Committee. അടുത്തത്. In a district where the rainfall is heavy, MDR, major district road of waterborne Mcq'S pavement 3.8 meter wide is to be constructed. What should be the height of the ground with respect to the edge if the crossfall rate 1 in 33? Road 3.8 meter wide. എത്രയാണ്? 1.9 meter. എത്രയാണ്? 1.9 meter. നമുക്ക് കണ്ടുപിടിക്കേണ്ടതാ? ഈ ഹൈറ്റ് ആണ് കണ്ടുപിടിക്കേണ്ടത്, h. ഇനി സ്ലോപ്പ് വന്നിട്ടുണ്ട്. സ്ലോപ്പ് എത്രയാണ്? ക്രോസ്ഫാൾ റേറ്റ് ഈസ് 1 in 33. 1 വെർട്ടിക്കലിന് 31 മീറ്റർ ഹൊറിസോണ്ടൽ. അങ്ങനെ കണ്ടുപിടിക്കുക ഹൈറ്റ്. സിമിലർ ട്രയാങ്കിളിന്റെ പ്രോപ്പർട്ടി വെച്ച് 1/33 equal to h/1.9. h എങ്ങനെ കണ്ടുപിടിക്കും? 1.9 divided by 33. എത്ര കിട്ടും? ചെയ്ത് നോക്കണേ. 1.9 divided by 33, 0.057. 0.057, almost 0.05 meter. That's right answer. The width of carriageway for a 2-lane road with the raised curves as recommended by IRC is? Width of carriageway എങ്ങനെയാണ്? സിംഗിൾ ലൈൻ ആണെങ്കിൽ 3.75 ആണ്. 2 ലൈൻ ആണെങ്കിൽ 7 മീറ്റർ. കർവ് ഇല്ലെങ്കിൽ കർവ് ഉണ്ടെങ്കിൽ 7.5 മീറ്റർ ആണ് വിത്ത് റൈസഡ് കർവ്. റൈറ്റ് ആൻസർ ഓപ്ഷൻ സി, 7.5 മീറ്റർ. The range of camber provided in the area of heavy rainfall for waterbound macadam and gravel pavement is? അത് ടേബിൾ ഉണ്ട്, നമുക്ക് പഠിക്കണം. ഹെവി റെയിൻഫാൾ ഉണ്ട്, ലൈറ്റ് റെയിൻഫാൾ ഉണ്ട്. മെറ്റീരിയൽ വെച്ചാണ്.
ബിറ്റുമിൻ അല്ലെങ്കിൽ കോൺക്രീറ്റ് ആണെങ്കിൽ ഹെവി റെയിൻഫാളിൽ 2%, ലൈലാണെങ്കിൽ 1.7%, തിൻ ബിറ്റുമിനസ് ഓർ കോൺക്രീറ്റ് ആണെങ്കിൽ 2.5%, 2%, വാട്ടർ ബൗണ്ട് മെക്കഡ് ആണെങ്കിൽ 3%, 2.5%, എർത്തൺ ആണെങ്കിൽ 4%, 3%. എവിടെ എന്തു ചോദിച്ചിരിക്കുന്നത്? WM അല്ലേ, ആൻറ്റി ഗ്രാവൽ പേയ്മെന്റ്. ഹെവി റെയിൻഫാൾ ഏരിയ 3%. ആൻസർ 3%. അടുത്ത ക്വസ്റ്റ്യൻ. The reaction time for calculation of stopping distance may be assumed as. reaction time എത്ര ആയിട്ട് എടുക്കാം? 2.5 seconds. ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ. ഇക്വേഷൻ എങ്ങനെ? സ്റ്റോപ്പിംഗ് സൈഡ് ഡിസ്റ്റൻസിന്റെ VT plus V²/2GF മീറ്റർ പെർ സെക്കൻഡിലാണ്. km/278 VT plus V²/254F km/h. Soil has group index value is 4. The soil is classified as. Group index value 0 to 1 ഉണ്ട്, 2 to 4 ഉണ്ട്, 5 to 9 ഉണ്ട്, 10 to 20 ഉണ്ട്. 0 to 1 എന്തായിരിക്കും? ഗുഡ് ആയിരിക്കും. 2 to 4 fair, 5 to 9 poor, 10 to 20 very poor. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഗ്രൂപ്പ് ഇൻഡെക്സ് വാല്യൂ 4 ആണ്. 4 അവിടെ വരും. ഫെയറിനകത്ത് വരും. റൈറ്റ് ആൻസർ ഫെയർ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. SST is the minimum distance available on a highway, which is the distance of sufficient length to stop the vehicle without collision. Distance visible to a driver during night driving. Option C, height of the object above the road surface. Option D, distance equal to the height of the driver's eye above the road surface. ഏതാണ് സിമ്പിൾ? Distance of sufficient length to stop the vehicle without collision. Without collision. Consider two cars approaching from the opposite direction at 90 km/h and 60 km/h. The reaction time is 2.5 seconds. Coefficient of friction is 0.7 and brake efficiency is 50%. In both the case, minimum side distance required to avoid head-on collision will be nearly. Question വായിച്ചു നോക്കുക. എന്ത് കണ്ടുപിടിക്കണ്ടേ? Minimum side distance required to avoid the head-on collision. അപ്പോൾ stopping side distance ഇക്വേഷൻ എങ്ങനെ? VT plus V²/2GF. ഇപ്പം രണ്ട് വണ്ടിയാണെന്ന് പറഞ്ഞാൽ 90 km/h 60 km/h. ആദ്യം SST 1 നോക്കാം. ഇത് മീറ്റർ പെർ സെക്കൻഡിലാണ്. നമുക്ക് കിട്ടുന്ന സ്പീഡ് മീറ്റർ പെർ സെക്കൻഡിലോട്ട് കൺവേർട്ട് ചെയ്യാം. അല്ലെങ്കിൽ മറ്റേ ഇക്വേഷൻ ഉപയോഗിച്ചാലും മതി, അത് നിങ്ങളുടെ ഇഷ്ടം. 90/3.6 മീറ്റർ പെർ സെക്കൻഡ് ആക്കാൻ വേണ്ടി 2.5 സെക്കൻഡ് ടൈം. റിയാക്ഷൻ ടൈം T തന്നിട്ടുണ്ട് 2.5 സെക്കൻഡ്. അടുത്തതാണ് 90/3.6 അതിന് മീറ്റർ പെർ സെക്കൻഡ് ആയി സ്ക്വയർ എടുത്ത് 2 × 9.81 G. F എത്രയാണ് തന്നിട്ടുള്ളത്? 0.7. ഇവിടെ ബ്രേക്ക് എഫിഷ്യൻസിയും കൂടെ തന്നിട്ടുണ്ട്. അപ്പോൾ 50% ആണ്. 50/100 0.5. ഇപ്പോൾ SST 1 കിട്ടും. അടുത്ത SST 2. അടുത്ത 60/100
3.6 into reaction time 2.5 seconds, 60 by 3.6 whole square divided by 2.981, 2 into 9.81 into 0.7 into 0.5 value കിട്ടും. ചെയ്ത് നോക്കാം. ആൻസർ 236. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. A road is being designed for a speed of 110 km per hour on a horizontal curve with a super elevation of 8%. If the coefficient of side friction is 0.10, the minimum radius of the curve in meter required for safe vehicular movement. Minimum radius ആണ് കണ്ടുപിടിക്കേണ്ടത്. ഇക്വേഷൻ എങ്ങനെ? E plus F equal to V square by 127 R. ഇതിൽ നമ്മൾ R ആണ് കണ്ടുപിടിക്കേണ്ടത്. V square by 127 into E plus F. E square എത്രയാണ്? V എത്രയാണ്? 110. 110 square 127. E എത്ര? 8%. 8% വരുമ്പോൾ 0.08 plus 0.10. ചെയ്ത് നോക്കുമ്പോൾ 529 കിട്ടും, മീറ്റർ കിട്ടും. റൈറ്റ് ആൻസർ ഓപ്ഷൻ ഡി, 5 to 8.5. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. For a horizontal curve on a single lane road of radius 180 meter and design speed 70 km per hour, what will be the extra widening provided? Extra widening equation നോക്കാം. NL square by 2R plus V by 9.5 root R. ഇവിടെ എന്ത് പറഞ്ഞിട്ടുള്ള? ഫോർ എ ഹൊറിസോണ്ടൽ കർവ് ഓൺ എ സിംഗിൾ ലൈൻ റോഡ്. സിംഗിൾ ലൈൻ റോഡ് ആണെങ്കിൽ നമ്മൾ സൈക്കോളജിക്കൽ വൈഡനിങ് നമ്മൾ ഉപയോഗിക്കില്ല. ഇതാണ് സൈക്കോളജിക്കൽ വൈഡനിങ്ങും ഇത് മെക്കാനിക്കൽ വൈഡനിങ്ങും സൈക്കോളജിക്കൽ വൈഡനിങ്ങും. സിംഗിൾ ലൈൻ ആണെങ്കിൽ നമ്മൾ എടുക്കത്തില്ല. ലൈനിന്റെ നമ്പർ 1 ആണെങ്കിൽ സൈക്കോളജിക്കൽ വൈഡനിങ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യില്ല. ഓൺലി മെക്കാനിക്കൽ വൈഡനിങ് മാത്രമേ കാൽക്കുലേറ്റ് ചെയ്തുള്ളൂ. എപ്പോഴും നിങ്ങൾ മനസ്സിലിരിക്കണം. അപ്പോൾ അത് വെച്ച് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ എക്സ്ട്രാ വൈഡനിങ് എന്ന് പറയുന്നത് NL സ്ക്വയർ ബൈ 2R ആണ്. N എത്രയാണ്? 1. ലെങ്ത് എത്ര? ലെങ്ത് തന്നിട്ടില്ലെങ്കിൽ വീൽ ബേസിന്റെ ലെങ്ത് നമ്മൾ എത്ര എടുക്കുക? 6 സ്ക്വയർ ബൈ 2 ഇൻറ്റു R. റേഡിയസ് എത്ര ആണ്? 180. 6 ഇൻറ്റു 6 2 ഇൻറ്റു 180 6 ബൈ 35 1 by 10. ആൻസർ എന്താണ്? 0.1. റൈറ്റ് ആൻസർ ഓപ്ഷൻ എ. അടുത്ത ക്വസ്റ്റ്യൻ. ഡിറ്റർമിൻ ദ മിനിമം സൈഡ് ഡിസ്റ്റൻസ് ഫോർ എ 2-lane divided highway in hilly terrain on a 4% descending grade. Data as per IRC recommendation. സൈഡ് ഡിസ്റ്റൻസ് ആണ് കണ്ടുപിടിക്കേണ്ടത്. VT plus V square by 2GF. ഇവിടെ നമുക്ക് ഡിസെൻഡ് ചെയ്തിട്ട് F മൈനസ് 4% അല്ലേ? 0.04. എത്ര വരും? ഇത് മീറ്റർ പെർ സെക്കൻഡിലുള്ള ഇക്വേഷൻ ആണ്. നമുക്ക് സ്പീഡ് കിലോമീറ്റർ പെർ അവറിലാണ്. അതിനെ മീറ്റർ പെർ സെക്കൻഡിലോട്ട് ആക്കുക. 60 by 3.6 ഇൻറ്റു ബ്രേക്കിംഗ് ഡിസ് റിയാക്ഷൻ ടൈം എത്രയാണെന്ന് നോക്കുന്നത്? 2.5 സെക്കൻഡ് പ്ലസ് 60 by 3.6 ഹോൾ സ്ക്വയർ ബൈ 2 ഇൻറ്റു 9.81 ഇൻറ്റു F എത്ര? 0.36 മൈനസ് 0.04. ചെയ്ത് നോക്കുമ്പോൾ എത്ര കിട്ടും? ആൻസർ എത്ര വരും? 85.91.
approximately equal to 86 meter. Right answer. അടുത്ത ക്വസ്റ്റ്യൻ നോക്കി. എന്തൊക്കെ പറഞ്ഞിട്ടുണ്ട്? റേഡിയസ് തന്നിട്ടുണ്ട് 400 മീറ്റർ. ഡിസൈൻ സ്പീഡ് തന്നിട്ടുണ്ട് 80 km/h. സൂപ്പർ എലിവേഷൻ കണ്ടുപിടിക്കുകയാണ്. സൂപ്പർ എലിവേഷൻ V²/127R. ഇതാണ് നമ്മളിവിടെ ചെയ്യേണ്ടത്. അല്ല, ഡിസൈൻ സ്പീഡാണ് തന്നിട്ടുള്ളത്. അപ്പം അതനുസരിച്ച് സൂപ്പർ എലിവേഷൻ്റെ ഇക്വേഷൻ V²/225R ചെയ്യുമ്പോൾ സ്പീഡ് എത്രയാണ്? 80²/225 ഇൻറ്റു R എത്ര? 400. ആൻസർ എത്ര വരും? കാൽക്കുലേറ്റ് ചെയ്യാം. 80² divided by 225 ആൻസർ എത്രയാണ്? 0.0711. റൈറ്റ് ആൻസർ ഓപ്ഷൻ സി, 0.07. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. A vehicle is moving at a speed of 60 km/h about a horizontal curve of radius 150 m. What will be the super elevation if the pressure on inner and outer wheels becomes equal? A vehicle moving at a speed of super elevation ആണ് കണ്ടുപിടിക്കേണ്ടത്. equal to V²/127R. സ്പീഡ് എത്രയാണ്? 60². 127 ഇൻറ്റു റേഡിയസ് എത്ര? 150. ഇന്നർ ആൻഡ് ഔട്ടർ വീൽസ് ബിക്കംസ് ഈക്വൽ എന്ന് പറയുന്ന ഇക്വിലിബ്രിയം കണ്ടീഷനാണ്. ഇത് ചെയ്ത് നോക്കുമ്പോൾ എത്ര കിട്ടും? 60² divided by 127 divided by 150. ആൻസർ എത്രയാണ്? 0.1889 ആണ്. റൈറ്റ് ആൻസർ 0.189. ഇതിപ്പം ഡിസൈൻ ആണ് പറഞ്ഞിരുന്നെങ്കിൽ ഈ V²/127R പകരം 225R വരെ എടുക്കണം. നമ്മൾ എടുത്തിട്ട് എത്ര കിട്ടുന്നത് നോക്കണം. അത് 0.07%, 0.07 കൂടാൻ പാടില്ല. അങ്ങനെ വന്നാൽ നമ്മൾ 0.07 തന്നെ സൂപ്പർ എലിവേഷൻ ആയിട്ട് എടുക്കും. മനസ്സിൽ വെക്കുക. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. The thickness design of pavement mainly depend on ഏതായിരിക്കും? ഓപ്ഷൻസ് നോക്കിയേ. ഓപ്ഷൻ എ ദ പേയ്മെന്റ് മെറ്റീരിയൽസ് ആണോ? അല്ല. ദ ക്ലൈമറ്റിക് ഫാക്ടർ അല്ല. ദ ഡിസൈൻ വീൽ റോഡ്. വീൽ റോഡ് വെച്ചാണ് നമ്മൾ തിക്നെസ് ഓഫ് പേയ്മെന്റ് കണ്ടുപിടിക്കുന്നത്. അടുത്ത ദിവസത്തെ മഡ് ജാക്കിംഗ് ഈസ് എ ടൈപ്പ് ഓഫ് റിജിഡ് പേയ്മെന്റ് ഡ്യൂ ടു. ഓപ്ഷൻസ് നോക്കുക. ഓപ്ഷൻ ഡി മഡ് ഇൻജെക്റ്റഡ് ബിനീത്ത് ദ റിജിഡ് പേയ്മെന്റ് അല്ല. Jack used to lift the mud. Allah. The rigid pavement transformed into form of mud. Allah. Option A. Stagnation of water and rains softening the clay subgrade. വെള്ളം കെട്ടി കിടന്നിട്ട് അവിടുത്തെ ക്ലേ ഉണ്ടല്ലോ, ക്ലേ സോഫ്റ്റ് ആകാൻ തുടങ്ങും സബ്ഗ്രേഡിലെ. അതിനാണ് മഡ് ജാക്കിംഗ് എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ. ദ തിക്നെസ് ഡിസൈൻ ഓഫ് ഇത് തന്നെ. ഓപ്ഷൻ സി ആണ് ദ ഡിസൈൻ വീൽ. അടുത്ത ക്വസ്റ്റ്യൻ. കാൽക്കുലേറ്റ് ലാഗ് ഡിസ്റ്റൻസ് ഫോർ ഡിസൈൻ സ്പീഡ് ഓഫ് 47 km/h ഫോർ 2-way ട്രാഫിക് ഓൺ എ സിംഗിൾ ലെയിൻ റോഡ്.
Calculate the lag distance. Lag distance equation എന്തുവാ? V into T. V speed, T എന്തുവാ? Reaction time. Speed എത്ര വന്നിട്ടുള്ളത്? 47 into reaction time എത്ര? 2.5 seconds. ഈ VT എന്ന് പറയുന്നത് മീറ്റർ പെർ സെക്കൻഡിലാണ്. അതിന് കിലോമീറ്റർ പെർ അവർ ആകെ 3.6 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ എത്ര കിട്ടും? അല്ലെങ്കിൽ 0.278 into VT എന്ന് പറയുന്ന ഡയറക്റ്റ് ഇക്വേഷൻ ചെയ്താൽ മതി. ഏതാണോ നിങ്ങൾക്ക് എളുപ്പമായിട്ടുള്ള അത് ചെയ്യുക. രണ്ടുകൂടെ പഠിച്ച് രണ്ടുകൂടെ മാർക്ക് വരും. 47 divided by 3.6 into 2.5. എത്ര കിട്ടി? 32.64. ഓപ്ഷൻ എ 32.64 അതാണ് ആൻസർ. അല്ല, ഇവിടെ പറഞ്ഞിട്ടുണ്ട് the design speed of 47 km per hour for two-way traffic on a single lane road എന്നാണ്. two-way traffic on a single lane road എന്ന് പറഞ്ഞ റോഡ് ഒരു വണ്ടിക്കേ പോകാൻ പറ്റത്തുള്ളൂ. ഇവിടുന്ന് ഒരു വണ്ടി വരുന്നു, ഇവിടുന്ന് ഒരു വണ്ടി വരുന്നു, തമ്മിലുള്ള ലാഗ് ഡിസ്റ്റൻസ്. രണ്ടാമത്തെ വണ്ടിയുടെ സ്പീഡൊന്നുമില്ല, പക്ഷെ നമുക്ക് ആദ്യത്തെ വണ്ടിയുടെ അറിയാമെങ്കിൽ അതുകൊണ്ട് ഇൻഡു ചെയ്താൽ മതി. അപ്പോൾ ഇത്രയും ഡിസ്റ്റൻസ് എത്ര ആയിരിക്കും? 32.64 into 2 ചെയ്യണം. ഏകദേശം 65.28. ഇതാണ് ആൻസർ. ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചു നോക്കുക. 44 two-way traffic on a single lane road. two-way traffic on a single lane. അതുകൊണ്ടാണ് 32.64 into 2 ചെയ്തത്. ഇത് ഗേറ്റ് എക്സാമിന് ചോദിച്ചായിരുന്നു. അടുത്ത ക്വസ്റ്റ്യൻ. The Los Angeles operation value requirement for course aggregates used in water-bound macadam for the base course is option A between 60 to 70%, option B between 50 to 60%, option C between 40 to 50%, option D between 30 to 40%. ഇതാണ് റൈറ്റ് ആൻസർ. ഓപ്ഷൻ സി ആണ്, 40 to 50% ആണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. PMGSY a program of the government of India deals with. എന്താണ് PMGSY? പ്രധാൻ മന്ത്രി ഗ്രാം സഡക് യോജന. അതാണ് PMGSY. ഇതെന്തിനു വേണ്ടിയായിരുന്നു? 2000-ലാണ് ഇത് ചെയ്തത്. വില്ലേജ് കണക്ട് ചെയ്യാൻ വേണ്ടി ഓൾ വെതർ റോഡ്സ് ഡെവലപ്പ് ചെയ്യുന്നതിന് വേണ്ടി ഉണ്ടാക്കിയതാണ്. ഇതിൽ തന്നെ ഫേസ് 1 ഉണ്ട്, ഫേസ് 2 ഉണ്ട്. ഫേസ് 1-നകത്ത് എന്ന് പറഞ്ഞാൽ ഒരു വില്ലേജ് എടുത്തു കഴിഞ്ഞാൽ അതിൽ 1000-ൽ കൂടുതൽ പോപ്പുലേഷൻ ഉള്ള വില്ലേജ് എടുത്ത് അത് തമ്മിൽ റോഡ് കണക്ട് ചെയ്യണം. അടുത്ത ഫേസ് 2 എന്ന് പറഞ്ഞാൽ 500 കൂടുതൽ പോപ്പുലേഷൻ ഉള്ള വില്ലേജ് തിരഞ്ഞെടുത്ത് അത് തമ്മിൽ കണക്ട് ചെയ്യാനുള്ള റോഡ് ഡെവലപ്പ് ചെയ്യുന്നത്. ഫേസ് 1 2003 കൊണ്ട് കംപ്ലീറ്റ് ചെയ്യണമെന്നും ഫേസ് 2 2007 കൊണ്ട് കംപ്ലീറ്റ് ചെയ്യണം. ഇപ്പോൾ ഏതാണ് പ്രോഗ്രാം ഓഫ് ദ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഡീൽസ് വിത്ത്? ഓപ്ഷൻ അർബൻ എംപ്ലോയ്മെന്റ്, റൂറൽ റോഡ് ഡെവലപ്മെന്റ്, ഓപ്ഷൻ റൂറൽ ഇലക്ട്രിഫിക്കേഷൻ. റൈറ്റ് ആൻസർ ഏതാണ്? റൂറൽ റോഡ് ഡെവലപ്മെന്റ്. അടുത്ത ക്വസ്റ്റ്യൻ. എ റോഡ് കണക്റ്റിംഗ് one town with another town is known as.
ഏതാണ്? ഒരു ടൗണും അടുത്ത ടൗണും തമ്മിൽ കണക്ട് ചെയ്യുന്നത് ഹൈവേ ആണ്. An underground passage used by pedestrian, vehicular traffic, etc. is known as option A subway, option B service road, option C flyover, option D sidewalk. Sidewalk ആണോ? അല്ല. ഫ്ലൈഓവർ മുകളിൽ കൂടെ പോകുന്നത് അല്ല. സർവീസ് റോഡ് ഫ്ലൈഓവറിനൊക്കെ പാരലായിട്ട് സൈഡിൽ കൂടെ പോകുന്നത് സർവീസ് റോഡ്സ് അതുമല്ല. ഏതാണ്? അണ്ടർഗ്രൗണ്ട് പാസേജ് സബ്വേ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക, ഒന്ന് വായിച്ചു നോക്കുക. എന്ത് കണ്ടുപിടിക്കണം? സൂപ്പർ എലിവേഷൻ കണ്ടുപിടിക്കണം. സൂപ്പർ എലിവേഷൻ കണ്ടുപിടിക്കാൻ ഇക്വേഷൻ p² 127 ഉണ്ട്, p² 225 ഉണ്ട്. ഇതിലേതാണ് നമ്മളിപ്പോൾ കണ്ടുപിടിക്കേണ്ടത്? What will be the super elevation required to be provided for the mixed traffic condition? മിക്സഡ് ട്രാഫിക് കണ്ടീഷൻ അല്ലെങ്കിൽ ഡിസൈൻ ഞങ്ങൾക്ക് പറയുകയാണെങ്കിൽ കണ്ടുപിടിക്കേണ്ടത് നമ്മൾ p² 225 ആണ്. ഇതല്ല. അപ്പം p² 225 ചെയ്യാം. സ്പീഡ് എത്ര? 60 സ്ക്വയർ 60 × 60 225 റേഡിയസ് എത്ര ആണ്? 400. by 225 എത്ര വരും? എത്ര വരും? 0.04 വരും. ആൻസർ ഉണ്ടോ? വേറെ എന്തോ ഉള്ളത്? 4% തന്നിട്ടുണ്ട്. 4% പറഞ്ഞാൽ എത്ര? 4/100 എത്ര വരും? 0.04. റൈറ്റ് ആൻസർ ഓപ്ഷൻ സി 4%. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. Expansion joints are provided if the length of concrete structure exceeds. Expansion joints. Option D 45 meter. The shift of the transition curve of radius 300 meter and length 48 meter. Shift indication ഇങ്ങനെ ട്രാൻസിഷൻ കർവിൻ്റെ L² 24R. എല്ലാം എത്ര തന്നിട്ടുണ്ട്? 48² 24 × R. റേഡിയസ് എത്ര? 300. ചെയ്ത് നോക്കുക. 48² divided by 24 × 300 0.32 meter. Right answer 0.32. അടുത്ത ക്വസ്റ്റ്യൻ. Which of the following binders is best suited for repair work bituminous pavement during rainy weather? ഏതൊക്കെയാണ്? ബിറ്റുമിൻ എമൽഷൻ ആണോ, പേവിംഗ് ഗ്രേഡ് ബിറ്റുമിൻ ആണോ, കോൾട്ടാർ ആണോ, കട്ട് ബാക്ക് ബിറ്റുമിൻ ആണോ? ഏത് ബിറ്റുമിനാണ് വെള്ളമായിട്ട് മിക്സ് ചെയ്യുന്നത്? അപ്പോൾ അത് ഏതിന് ഉപയോഗിക്കാൻ പറ്റും? റെയിനി വെതറിന് ഉപയോഗിക്കാൻ പറ്റും. ബിറ്റുമിൻ എമൽഷൻ ആണ് ആൻസർ. IRC recommend camber for bituminous pavement in light rain condition. ബിറ്റുമിനസ് പേയ്മെൻറ്റിൽ ലൈറ്റ് റെയിനിൽ എത്ര ആയിരിക്കും? മുമ്പ് നമ്മൾ ചെയ്തല്ലായിരുന്നു. ഹെവി റെയിൻഫോൾ, ലൈറ്റ് റെയിൻഫോൾ, ബിറ്റുമിനസ് ഓർ കോൺക്രീറ്റ്. അടുത്ത ലൈറ്റ് തിൻ ബിറ്റുമിനസ്. അടുത്ത WM ഓർ ഗ്രാവൽ. അടുത്ത എർത്ത്. ഹെവി ആണെങ്കിൽ ബിറ്റുമിനസ് കോൺക്രീറ്റ് എത്ര? 2%. ലൈറ്റ് ആണെങ്കിൽ 1.7%. തിൻ ബിറ്റുമിനസ് ആണെങ്കിൽ 2.5%. ലൈറ്റ് 2%. WM 3%, 2.5%. എർത്തിനാണെങ്കിൽ 4%, 3%. നമ്മൾ ചോദിച്ചിട്ടുണ്ട് ബിറ്റുമിനസ് പേയ്മെന്റ് ഇൻ ലൈറ്റ് റെയിൻ കണ്ടീഷൻ. ബിറ്റുമിനസ് പേയ്മെന്റ് ലൈറ്റ് റെയിൻ കണ്ടീഷൻ 1.7%. റൈറ്റ് ആൻസർ 1.7% ആണ്.
അടുത്ത ക്വസ്റ്റ്യൻ. ദ മിനിമം വാല്യൂ ഓഫ് ക്യാമ്പർ പ്രൊവൈഡ് ഫോർ തിൻ ബിറ്റ്വീൻ സർഫസ് ഹിൽ റൂഫ്. ഏതാണ് മിനിമം? എത്ര കൊടുക്കണം? നമ്മൾ കണ്ടതാണ് 2.5%. The formation width of double line NH embankment. ഫോർമേഷൻ വിഡ്ത്ത് എത്ര കൊടുക്കണം? ഡബിൾ ലൈൻ നാഷണൽ ഹൈവേ എംബാങ്ക്മെന്റിന് വേണ്ടി 7 മീറ്റർ ആണോ, 7.4 മീറ്റർ ആണോ, 11 മീറ്റർ ആണോ, 12 മീറ്റർ ആണോ, അതിൽ കൂടുതലാണോ? ഡബിൾ ലൈൻ NH SH ആണെങ്കിൽ 12 മീറ്റർ ഓർ മോർ ആണ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ. The distance traveled by a moving vehicle during perception time and brake reaction time is called side distance, stopping distance, lag distance, brake distance. ഇത് അതിൻ്റെ ഡെഫിനിഷൻ ആണ്. lag ഡിസ്റ്റൻസിൻ്റെ ഡെഫിനിഷൻ ആണ് the distance traveled by a moving vehicle during perception time and brake reaction time equal to lag distance. For a design speed of 80 km/h, minimum stopping distance for moving vehicles on a roadway. അത് കാണാൻ പഠിച്ചു നോക്കണം. നമുക്ക് രണ്ടെണ്ണത്തിൽ പഠിച്ചു നോക്കാം. 80 km/h 100 km/h. 80 km/h എത്രയാണ്? 120. 100 km 180. ഇത് രണ്ടൊന്നും പഠിച്ചു വെക്കണേ. ഇമ്പോർട്ടൻ്റ്. 80 km/h 120, 100 km/h 180. Passing zones are not generally provided on. Not generally. പാസിംഗ് സോൺസ് കൊടുക്കുമോ? പാസിംഗ് സോൺസ് കൊടുത്തു കഴിഞ്ഞാൽ ഓവർടേക്ക് ചെയ്യാനുള്ള ഇത് കൂടുതലാണ്. അപ്പം അതുകൊണ്ട് പാസിംഗ് സോൺസ് കൊടുക്കാത്ത സ്ഥലങ്ങളായിട്ടാണ്. സബ്മിറ്റ് കർവിൽ കൊടുക്കില്ല, ഹൊറിസോണ്ടൽ കർവിൽ കൊടുക്കില്ല, 2 ലൈൻ ഹൈവേസ് അല്ലെങ്കിൽ 3 ലൈൻ ഹൈവേസിൽ കൊടുക്കില്ല. അത് നമ്മുടെ ഒരു യെല്ലോ ലൈൻ കൊണ്ട്, സോളിഡ് യെല്ലോ ലൈൻ കൊണ്ട് മാർക്ക് ചെയ്ത ഇത് വയലേറ്റ് ചെയ്യാൻ പാടില്ല. ഓപ്ഷൻ ഡി ആണ് റൈറ്റ് ആൻസർ. ഓൾ ദി അബവ്. അടുത്ത ചോദ്യം നോക്കാം. വാട്ട് ഈസ് ദ സൂപ്പർ എലിവേഷൻ expressed in percentage terms required for a road curve of radius 1000 meter if the design speed is 100 km/h? Super elevation equation equal to v square by 127 r. v എത്രയാണ്? 100 square, 100 into 100, 127 into r. റേഡിയസ് എത്ര തന്നിട്ടുണ്ട്? 1000 മീറ്റർ. നമ്മളോട് ചോദിച്ചേക്കുന്ന പെർസെൻറ്റേജ് ടേംസ് ആണ്. അപ്പം ഇൻറ്റു 100 എത്ര വരും? 2 0 പോയി, ഇത് പോയി, 1000 by 127% എന്നാണ് ആൻസർ. ഓപ്ഷൻ ഏത് വരും? ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ. അടുത്ത ചോദ്യം നോക്കാം. എ വെഹിക്കിൾ ഈസ് ട്രാവലിംഗ് ഇൻ എ ഹൈവേ ഹാവിംഗ് എ ക്യാമ്പർ ഓഫ് 6%. ദ സ്പീഡ് ഓഫ് ദ വെഹിക്കിൾ ഈസ് 55 km/h. ദ റേഡിയസ് ബിയോണ്ട് വിച്ച് നോ സൂപ്പർ എലിവേഷൻ ഈസ് റിക്വയർഡ് ടു ബി. ഓപ്ഷൻ എ 45 മീറ്റർ, ഓപ്ഷൻ ബി 224 മീറ്റർ, ഓപ്ഷൻ സി 27 മീറ്റർ, ഓപ്ഷൻ ഡി 67.9 മീറ്റർ. ഇവിടെ സൂപ്പർ എലിവേഷൻ ആണ് തന്നിട്ടുള്ളത്. ക്യാമ്പറാണ്, ക്യാമ്പറിലെ ആംഗിളാണ് തന്നത്. 6% എന്ന് പറഞ്ഞാൽ ഈക്വൽ ടു 6% ആണ്. ഈക്വൽ ടു 0.06 വരും. ഇവിടെ ഏത് ഇക്വേഷൻ എടുക്കേണ്ടത്? നമ്മൾ ഈക്വൽ ടു വി സ്ക്വയർ ബൈ 225 ആണ് എടുക്കേണ്ടത്. ഡിസൈനാണ്, അതുകൊണ്ട് നമ്മൾ എടുക്കുന്ന ഈക്വൽ ടു വി സ്ക്വയർ ബൈ 225 r.
ചെയ്യുമ്പോഴത്തേക്ക് 55 സ്ക്വയർ ഡിവൈഡ് ബൈ 225 ഇൻ റേഡിയസ് അല്ലേ കണ്ടുപിടിക്കണ്ടേ ഇൻറ്റു 0.06 വരും. ഏകദേശം ചെയ്യുമ്പോൾ 224.074 മീറ്റർ കിട്ടും. റൈറ്റ് ആൻസർ 224 മീറ്റർ ആണ്. The radius beyond which no super elevation is required to be. അതുകൊണ്ടാണ് നമ്മൾ ആ ഒരു ഇക്വേഷൻ എടുത്തത് E equal to v square by 225 r എന്നുള്ളത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. As the speed of the vehicles moving on the road vary considerably, it has been recommended that the super elevation shall be found out by taking the average speed. വെഹിക്കിളിൻ്റെ സ്പീഡ് കൺസിഡറബിൾ ആയിട്ട് വേരി ചെയ്യുന്നുണ്ട്. അപ്പോൾ ഏതാണ് നമ്മൾ എടുക്കുന്നത്? 3/4 ഓഫ് ആക്ച്വൽ സ്പീഡ് സെയിം ആസ് ദ ആക്ച്വൽ സ്പീഡ്, ഹാഫ് ഓഫ് ദ ആക്ച്വൽ സ്പീഡ് 1.5. 3/4 എന്ന് പറയുന്നത് എത്ര? 0.75. അത് തന്നെയല്ലേ നമ്മൾ ഇക്വേഷൻ എടുക്കുന്നത് 0.5 ഓൾ വി സ്ക്വയർ, അത് വെച്ചല്ലേ. അത് ചെയ്യുമ്പോൾ എല്ലാ ഡിസൈൻ കിട്ടുന്നത് v square by 225 r എന്നുള്ളത്. അപ്പോൾ ആൻസർ ഓപ്ഷൻ എ 3/4 ഓഫ് ആക്ച്വൽ സ്പീഡ്. Next question. In a horizontal highway curve, if the width of the highway is 10 meter and the outer edge is 40 cm higher with respect to the inner edge, then the super elevation. പറഞ്ഞിട്ടുള്ള എന്തുവാ? സൂപ്പർ എലിവേഷൻ കണ്ടുപിടിക്കാനാണ്. ഔട്ടർ എഡ്ജ് 40 സെന്റിമീറ്റർ ഹയർ ആണ്. വിഡ്ത്ത് എത്ര ഉണ്ട്? 10 മീറ്റർ ആണ്. 10 മീറ്റർ 40 സെന്റിമീറ്റർ. സൂപ്പർ എലിവേഷൻ ഇ എന്ന് പറയുന്നത് tan θ equal to ഓപ്പോസിറ്റ് ബൈ അഡ്ജസൻറ്റ്. 40 സെന്റിമീറ്ററിനെ 0.40 ഡിവൈഡ് ബൈ 10 ചെയ്യുമ്പോൾ എത്ര കിട്ടും? എളുപ്പത്തിന് വേണ്ടി ചെയ്താൽ 40 ഡിവൈഡ് ബൈ 1000 1/25. ആൻസർ എത്രയാണ്? 1/25. അടുത്ത ക്വസ്റ്റ്യൻ. മാക്സിമം സൂപ്പർ എലിവേഷൻ റെക്കമെൻഡ് ബൈ IRC ഫോർ അർബൻ റോഡ് സ്ട്രെച്ചസ് വിത്ത് ഫ്രീക്വന്റ് ഇന്റർസെക്ഷൻ ഈസ്. മാക്സിമം സൂപ്പർ എലിവേഷൻ റെക്കമെൻഡ് ബൈ IRC ഫോർ അർബൻ റോഡ് സ്ട്രെച്ചസ് വിത്ത് ഫ്രീക്വന്റ് ഇന്റർസെക്ഷൻ ഈസ് 4% ആണ്. An ascending gradient 1 in 60 means a descending gradient of 1 in 50. Find the length of summit vertical curve for a stop inside distance of 180 meter. കണ്ടുപിടിക്കേണ്ടത് എന്താ? ലെങ്ത് ഓഫ് ട്രാൻസിഷൻ കർവ്. On the basis of stop sighting distance. SSD വെച്ച് രണ്ട് ഇക്വേഷൻ ഉണ്ട്. ട്രാൻസിഷൻ ലെങ്ത് ഗ്രേറ്റർ ദാൻ SSD ആണെങ്കിൽ L equal to NS square by 4.4. If L less than SSD ആണെങ്കിൽ L equal to 2S minus 4.4 divided by N. divided by n. ഇതിൽ n എന്തുവാ? ഡീവിയേഷൻ ആംഗിൾ. n equal to n1 minus n2 ആണ്. ഇത് നോക്കാം. ഇതിനകത്ത് നമുക്ക് L ഗ്രേറ്റർ ദാൻ SSD ആണെന്നുള്ള ഒരു അസംഷൻ എടുക്കാം. അപ്പോൾ L equal to NS square by 4.4 ആണ്. N എന്ന് പറയുന്നത് n1 minus n2. n1 എന്ത് ഇവിടെ? 1 in 60 means descending gradient of 1 in 50. Ascending gradient 1 in 60, descending gradient 1 in 50. n1 എത്ര? പ്ലസ്
1/60 into എത്രയാണ് മൈനസ് ഡിസെൻഡിങ് ആണ് മൈനസ് ഓഫ് 1/50 അപ്പം 1/60 പ്ലസ് 1/50 അതായിരിക്കും n. ഇപ്പം n എത്ര വരും? n കിട്ടുന്നത് 0.036. ഇക്വേഷനകത്ത് ഇട്ട് കൊടുക്കുക. L equal to n എത്ര 0.036, s എത്ര 180 whole square divided by 4.4 ചെയ്യുമ്പോൾ 265 മീറ്റർ കിട്ടും. അപ്പം 265 മീറ്റർ 180 മീറ്ററിനെക്കാട്ടി കൂടുതലാണ്. അപ്പം നമ്മൾ എടുത്ത അസംഷൻ കറക്റ്റാണ്. അതുകൊണ്ടാണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ കൂടെ നോക്കാം. ഇതിനകത്ത് നോക്കിയാൽ മതി അസെൻഡിങ് ഗ്രേഡിയൻറ്റും ഡിസെൻഡിങ് ഗ്രേഡിയൻറ്റും, കാരണം മുകളിലോട്ട് പോയിട്ട് പിന്നെ വരുന്നതാണ്. അപ്പോൾ സബ്മിറ്റ് ഗ്രേഡിയൻ അത് അടുത്തതെന്ന് പറഞ്ഞാൽ ഡിസെൻഡിങ് ഗ്രേഡിയൻ പിന്നെ അസെൻഡിങ് ഗ്രേഡിയൻ, അതാകുമ്പോൾ വാല്യൂ എന്ന് പറയും. ഇത് സബ്മിറ്റ് ജസ്റ്റ് ചെയ്ത് നോക്കുക. ഇതായിരിക്കും മാക്സിമം ഇതിൽ നിന്ന് വരാനുള്ള പ്രോബ്ലം. അടുത്ത ക്വസ്റ്റ്യൻ, a descending gradient of 1 in 30 means an ascending gradient of 1 in 40. Form a valley curve. Find the length of curve if the stopping side distance is 120 meter. ഇതാകുമ്പോൾ കർവ് ഇങ്ങനെയാണ്, വാലി കർവാണ്. വാലി കർവ് ആകുമ്പോൾ ഇക്വേഷൻ ഉണ്ട് SSTയുടെ ഇത് വെച്ച്. ഒന്നാമത്തെ കണ്ടീഷൻ ലെങ്ത് ഗ്രേറ്റർ ദാൻ SST ആണെങ്കിൽ ഇക്വേഷൻ എന്ന് പറയുന്നത് n² divided by 1.5 plus 0.35s ആണ്. തിരിച്ചാണെങ്കിൽ L less than SST ആണെങ്കിൽ 2s minus 1.5 plus 0.35s divided by n. ഇതാണ് ഇക്വേഷൻ. ഇത് വെച്ച് നോക്കുകയാണെങ്കിൽ നമുക്ക് n എത്ര കിട്ടുക? n-ന്റെ വാല്യൂ കണ്ടുപിടിക്കുക. 1 in 30 1/30 മൈനസ് അസെൻഡിങ് ഗ്രേഡിയൻ്റ് ആണ്, ഇപ്പം പ്ലസ് ആണ് വരിക, ബൈ 1/40 എത്ര വരും? ഇവിടെ n എന്ന് പറയുന്നതല്ല കേട്ടോ, ഒരു മൈനസും കൂടെ വേണം. നമ്മൾ ഡിസെൻഡിങ് അല്ലേ, അപ്പോൾ അവിടെ മൈനസ് വരും. ഇപ്പോൾ n-ന്റെ വാല്യൂ മൈനസ് 1/30 മൈനസ് 1/40 ചെയ്യുമ്പോൾ ഈക്വൽ ടു മൈനസ് 0.0583 കിട്ടും. അപ്പോൾ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. 0.0583 ഇൻറ്റു എസ് എത്ര 120 ആണ്, 120² ഡിവൈഡ് ബൈ 1.5 plus 0.35 s-നെ ഇൻറ്റു 120 കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ എത്ര കിട്ടും? കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ 147.52 കിട്ടും. അപ്പോൾ അത് നമ്മുടെ SSD കാട്ടി കൂടുതലാണ്. അപ്പം ആൻസർ ഓക്കെ. റൈറ്റ് ആൻസർ ഒന്ന് ചെയ്ത് നോക്കുക. നമുക്ക് വേണമെങ്കിൽ ഇക്വേഷൻ ഇട്ട് ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്ക് എറർ ആയിരിക്കും കിട്ടുക. അപ്പോൾ നമ്മൾ അതിൽ നിന്ന് മാറി അടുത്ത ഇക്വേഷനിൽ ഗ്രേറ്റർ ദാൻ SSD ഇട്ട് നോക്കുക. അല്ലെങ്കിൽ ക്വസ്റ്റ്യനകത്ത് സ്പെസിഫൈ ചെയ്ത് കാണും അസ്യൂം ചെയ്യാൻ ഏത് വേണോ, ലെങ്ത് കൂടുതലാണോ SSD എന്നുള്ളത് സ്പെസിഫൈ ചെയ്തേക്കും. ജസ്റ്റ് ഒരു കണക്കെന്ന രീതിയിൽ ഇങ്ങനെ ഇട്ടതാണ്. അടുത്തത് നോക്കാം. എ പേയ്മെന്റ് ഈസ് ക്ലാസിഫൈഡ് ആസ് ഫ്ലെക്സിബിൾ ഓർ റിജിഡ് ബേസ്ഡ് ഓൺ ഈസ് സബ്ഗ്രേഡ്, സബ് ബേസ്, ബേസ്, വെയറിംഗ് ഗൂഡ്സ്. ഏതാണ് റൈറ്റ് ആൻസർ? പേയ്മെന്റ് ക്ലാസിഫൈഡ് ചെയ്യുന്ന ഫ്ലെക്സിബിൾ റിജിഡ് ബേസ് ചെയ്തുകൊണ്ട് ബേസ് ആണ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, ഗ്രേഡ് കോമ്പൻസേഷൻ ഓഫ് എ ഹൈവേ നോട്ട് നെസസറി വെൻ. ഓപ്ഷൻസ് നോക്കുക. ഗ്രേഡിയന്റ് ഈസ് ഫ്ലാറ്റർ ദാൻ 4%, ഗ്രേഡിയന്റ് ഈസ് സ്റ്റീപ്പർ ദാൻ 4%, ഗ്രേഡിയന്റ് ഈസ് ഫ്ലാറ്റർ ദാൻ 6%, ഗ്രേഡിയന്റ് ഈസ് സ്റ്റീപ്പർ ദാൻ 6%. ഏതാണ് ആൻസർ? ഗ്രേഡിയന്റ് ഈസ് ഫ്ലാറ്റർ ദാൻ 4%.
ഗ്രേഡിൻ്റെ 4% കുറവാണെങ്കിൽ അവിടെ ഗ്രേഡ് കോമ്പൻസേഷൻ്റെ ഇത് വേണ്ട. ഗ്രേഡ് കോമ്പൻസേഷൻ ഇപ്പോൾ ഒരു നമ്മൾ ചുരമൊക്കെ ഇല്ലേ, താമരശ്ശേരി ചുരം എന്നൊക്കെ പറയുന്നത്, അതാണ്. ഇപ്പോൾ ഒരു കറക്റ്റ് വെർട്ടിക്കലായിട്ട് കൊടുക്കാതെ നമ്മളിങ്ങനെ വളഞ്ഞാണല്ലോ മേളിലോട്ട് കയറി പോകുന്നത്, അതിനാണ്. ഇപ്പോൾ ഒരു വെഹിക്കിൾ ഇങ്ങനെ മൂവ് ചെയ്യുക, നല്ല സ്ലോപ്പാണ്, ഗ്രേഡിയൻ്റ് ആണെങ്കിൽ ഇങ്ങനെ കയറി പോകുമ്പോഴത്തേക്ക് വെഹിക്കിളിൻ്റെ എഫർട്ട്, ട്രാക്റ്റീവ് എഫർട്ട് എന്ന് പറഞ്ഞാൽ കൂടുതൽ വേണ്ടി വരും ഈ റെസിസ്റ്റ് ചെയ്യാൻ വേണ്ടി, മൂവ്മെൻറ്റിന്. അതിനുവേണ്ടി നമുക്ക് കുറയ്ക്കുന്നതിനെയാണ്, ആ ഒരു സ്ലോപ്പ് കുറയ്ക്കുന്നതിന് ഗ്രേഡ് കോമ്പൻസേഷൻ എന്ന് പറയുന്നത്. ഒരു നല്ലൊരു മൂവ്മെൻറ്റ് കിട്ടാൻ വേണ്ടി വെഹിക്കിളിന് ഒത്തിരി ട്രാക്റ്റീവ് എഫർട്ട് എടുക്കാതെ നല്ല രീതിയിൽ വെഹിക്കിൾ മുകളിലോട്ട് മൂവ് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു ഇതിന് ഗ്രേഡിയൻ്റ് കുറയ്ക്കുന്നതിനാണ് ഗ്രേഡ് കോമ്പൻസേഷൻ എന്ന് പറയുന്നത്. അത് 2 ഇക്വേഷൻ ഉണ്ട്, 30 + r/r 75r, 2 ഇക്വേഷൻ ഉണ്ട്. അത് വെച്ച് നമുക്ക് ഗ്രേഡ് കിട്ടും. ഇതിലേതാണോ മിനിമം അതാണ് നമ്മൾ എടുക്കുന്നത്. ഗ്രേഡ് കോമ്പൻസേഷൻ പിന്നീട് 4% കുറയാനും പാടില്ല. ഒന്നെങ്കിൽ ഇപ്പോൾ 3 നമ്മളിത് കറക്റ്റ് ചെയ്തതിന് ശേഷം റൂളിംഗ് ഗ്രേഡിയൻ്റ് കിട്ടി, അത് കഴിഞ്ഞ് ഈ ഗ്രേഡ് കോമ്പൻസേഷൻ കറക്റ്റ് ചെയ്യുമ്പോൾ ഈ 4-നെക്കാട്ടി താഴെയാണ്, ഏകദേശം 3% കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ഗ്രേഡ് കോമ്പൻസേഷൻ 4% ആയിട്ട് ലിമിറ്റ് ചെയ്യണം. 4% കുറയാൻ പാടില്ല. പിന്നെ 4% താഴെ ഫ്ലാറ്റർ ആണെങ്കിൽ ഗ്രേഡ് കോമ്പൻസേഷൻ ആവശ്യമില്ല. ഇതാണ് റൈറ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ. On horizontal curve, if the pavement is kept horizontal across the element, then the pressure on outer wheels will be. ഏതായിരിക്കും? 3 കണ്ടീഷൻ ആയിരുന്നു. ഒന്നെങ്കിൽ ഔട്ടറിൽ പ്രഷർ കൂടുതലായിരിക്കും, ഇല്ലെങ്കിൽ ഇന്നറിൽ പ്രഷർ കൂടുതലായിരിക്കും, ഇല്ലെങ്കിൽ ഔട്ടറിൽ പ്രഷറും ഇന്നറിലെ പ്രഷറും ഈക്വൽ ആയിരിക്കും. ഔട്ടറും ഇന്നറിലെ പ്രഷർ ഈക്വൽ ആകുന്ന എപ്പോഴായിരിക്കും? ഫ്രിക്ഷൻ 0 ആകുമ്പോഴാണ്. ഇന്നറിൽ പ്രഷർ കൂടുതൽ വരുന്ന എപ്പോഴാണ്? ഓവർടേണിങ് ആകുമ്പോഴാണ്. ഇപ്പോൾ horizontal curve, if the pavement is kept horizontal across the element, then the pressure on outer wheels will be, ഔട്ടറിലായിരിക്കും കൂടുതൽ, more than pressure on inner wheels. അതാണ് റൈറ്റ് ആൻസർ. ലെസ് ദാൻ പ്രഷർ ഓൺ ഇന്നർ വീൽ വരുമ്പോഴത്തേക്ക് എന്തുവാ? ഇന്നറിൽ കൂടുതലായിരിക്കും, ഓവർടേണിങ്ങിൻ്റെ ചാൻസ് ഉണ്ട്. ഈക്വൽ ടു പ്രഷർ ഫ്രിക്ഷൻ 0 ആയിരിക്കും. അടുത്ത ക്വസ്റ്റ്യൻ. IRC recommendation for ruling design speed for national highway in plain terrain. IRC recommendation for ruling design speed for national highway in plain terrain. ഏതൊക്കെയാണ്? നമുക്ക് 2 ഉണ്ട്. എക്സ്പ്രസ്-വേ ഉണ്ട്, നാഷണൽ ഹൈവേ, സ്റ്റേറ്റ് ഹൈവേ. എക്സ്പ്രസ്-വേയിലാണെങ്കിൽ റൂളിംഗ് സ്പീഡ് എത്ര, ഡിസൈൻ സ്പീഡ് എത്ര? 120 ആണ്, മിനിമം 100. നാഷണൽ ഹൈവേയിൽ സ്റ്റേറ്റ് ഹൈവേ എത്ര? 100, മിനിമം 80 ആണ്. ആൻസർ ഏതാ? റൂളിംഗ് ഡിസൈൻ സ്പീഡ് നാഷണൽ ഹൈവേ പ്ലെയിൻ ടെറൈൻ 100 km/h. അതാണ് റൈറ്റ് ആൻസർ. The recommended grade for tar for grouting purpose: RT2, RT3, RT4, RT5. ഒക്കെ എത്ര? 5 ഗ്രേഡ് ആണുള്ളത്. RT1, RT2, RT3, RT4, RT5. ഇത് സർഫസ് പെയിൻറ്റിംഗ് ഒക്കെയാണ്. ഇത് നോർമൽ, ഇത് വാട്ടർ പ്രൂഫിങ്ങിനും. ഇത് ചിപ്സ് ഒക്കെ വെച്ച് മിക്സ് ചെയ്യാൻ വേണ്ടി. RT5 ആണ് വാട്ടർ പ്രൂഫ് അല്ലെങ്കിൽ ഗ്രൗട്ടിംഗ് പർപ്പസിന് ഉപയോഗിക്കുന്നത്. ഇത് നോർമൽ ക്ലൈമറ്റിൽ ഉപയോഗിക്കും. അപ്പോൾ ആൻസർ RT5 ആണ്. The severe pavement design curves gives. severe pavement ഡിസൈനിലെ കർവ് എന്താണ് തരുന്നത്? ഒന്ന് ഇക്വലന്റ് സിംഗിൾ വീൽ ലോഡ്, thickness of the layer. Option C, thickness of the cover to be provided on this layer. None of this. ആൻസർ എന്തുവാ?
thickness of the layer ആണ് തരുന്നത്. Compared to a level surface on a descending gradient, the SSDs. Compared to a level surface on a descending gradient, the SSD. SSD equation എന്തുവാ? Vt plus v square by 2g into f plus 0.01. ഇത് ascending gradient ആണെങ്കിൽ SSD equal to Vt plus v square by 2g into f minus 0.01. ഇത് descending. SSD വാല്യൂ ഇതിൽ ഏതായിരിക്കും കൂടുതൽ? ഇവിടുത്തെ വാല്യൂ കൂടുമല്ലേ? ഇവിടുത്തെ വാല്യൂ കൂടിക്കഴിഞ്ഞാൽ ടോപ്പിലെ വാല്യൂ കുറയും. അപ്പോൾ ഇത് രണ്ടും കൂടെ കൂട്ടുമ്പോഴത്തേക്ക് SSD കുറവായിരിക്കും. ഇവിടെ എന്ന് പറഞ്ഞാൽ ബോട്ടത്തിലെ വാല്യൂ ഈ ഡിസെൻഡിങ് ഗ്രേഡിയൻറ്റിനനുസരിച്ച് ടോപ്പിലെ വാല്യൂ കൂടുകയും ചെയ്യും. അപ്പോൾ SSD ഈക്വൽ ടു ഇത് രണ്ടും കൂടെ കൂട്ടുമ്പോൾ ഇതായിരിക്കും മോർ. കമ്പയർഡ് ടു ലെവൽസ് ഓഫ് ഡിസെൻഡിങ് ഗ്രേഡിയൻറ്റ് SSD ഈസ് മോർ. റൈറ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ. ഓൺ ദ റെക്കമെൻഡേഷൻ ഓഫ് IRC ദ റൂളിംഗ് ഗ്രേഡിയൻറ്റ് ഇൻ പ്ലെയിൻസ് ഈസ്. പ്ലെയിനിലെ റൂളിംഗ് ഗ്രേഡിയൻറ്റ് ഏതാണ്? 1 in 30. ഒരു ടേബിൾ ഉണ്ട്, അത് പഠിക്കാം. ആ ടേബിൾ ടെറൈൻ ഉണ്ട്, റോളിംഗ് ഉണ്ട്, ലിമിറ്റിംഗ് എക്സെപ്ഷൻ. അതിൽ പ്ലെയിൻ റോളിംഗ് 3.3 ആയിരിക്കും റോളിംഗ്, ലിമിറ്റിംഗ് 5, എക്സെപ്ഷണൽ 6.7. ഇത് എളുപ്പമാണ്. ഇപ്പോൾ നമുക്ക് റൂളിംഗ് ഗ്രേഡിയൻ്റ് എന്ന് പറയാം. ഇത് യു കുറയ്ക്കുക, യു വെട്ടിക്കളയുക. ഇതായിരിക്കും റൂളിംഗ്, അടുത്ത ലിമിറ്റിംഗ്, അടുത്ത എക്സെപ്ഷണൽ. എന്നിട്ട് ടെറൈൻ എഴുതുക. പ്ലെയിൻ ഓർ റോളിംഗ്, ഹില്ലി ഓർ മൗണ്ടൈനസ്, സ്റ്റീപ്പ്. 3.3, 5, 6.7. അടുത്തതെന്ന് പറഞ്ഞാൽ 5, 6, 7. അടുത്തത് 6, 7, 8 ആണ് പഠിക്കുന്നത്. എളുപ്പമാണ്. പ്ലെയിൻ ഓർ റോളിംഗ്, ഹില്ലി ഓർ മൗണ്ടൈനസ്, അടുത്തത് സ്റ്റീപ്പ്. ഇത് പഠിച്ചു വെക്കണം, ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. very important. അടുത്ത ക്വസ്റ്റ്യൻ. ഇഫ് ക്രോസ് സ്ലോപ്പ് ഓഫ് എ കൺട്രി ഈസ് 10 to 25%, ദ ടെറൈൻ ഈസ് ക്ലാസിഫൈഡ് ആസ്. ക്രോസ് സ്ലോപ്പ് കാരണം ഡിവൈഡ് ചെയ്യും. പ്ലെയിൻ ഉണ്ട്, റോളിംഗ് ഉണ്ട്, മൗണ്ടൈനീസ് ഉണ്ട്, സ്റ്റീപ്പ് ഉണ്ട്. പ്ലെയിൻ ടെറൈൻ എന്ന് പറഞ്ഞാൽ 0 to 10, റോളിംഗ് 10 to 25, മൗണ്ടൈനസ് 25 to 60%. 60% മോർദാനാണെങ്കിൽ സ്റ്റീപ്പ്. ഇവിടെ ചോദിച്ചു കഴിഞ്ഞാൽ 10 to 25% റോളിംഗ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ. ഫസ്റ്റ് ഓപ്പറേഷൻ ഡ്യൂറിങ് ദ ഡീറ്റെയിൽ സർവേ ഓഫ് ഹിൽ റോഡ് ഈസ്. ആദ്യം എന്താണ് ചെയ്യുന്നത്? ഹിൽ റോഡിൻ്റെ സർവേക്ക് വേണ്ടി ആദ്യം എന്തുവാണ് നമ്മൾ ആദ്യം ചെയ്യുന്നത്? ഹൈഡ്രോളജിക്കൽ ആൻഡ് സോയിൽ സർവേ ആണോ, ലോഞ്ചിഡ് സർവേ ആൻഡ് ക്രോസ് സെക്ഷനിങ് ആണോ, അഡ്ജസ്റ്റ്മെന്റ് ഓഫ് അലൈൻമെന്റ് ആണോ, അതോ ബെഞ്ച് മാർക്ക് ഫിക്സ് ചെയ്യുന്നതാണോ? റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ഡി, ഫിക്സേഷൻ ഓഫ് ബെഞ്ച് മാർക്ക്. The type of transition curves generally provided on hill roads is spiral, cubic parabola, lemniscate, circular. ഏതാണ് റൈറ്റ് ആൻസർ? സ്പൈറൽ. ഇത് PSCക്ക് ചോദിച്ചിട്ടുള്ളതാണ്. എയ്ക്ക്. അടുത്ത ക്വസ്റ്റ്യൻ. സിമെന്റ് ഗ്രൗട്ടഡ് പേയ്മെന്റ് ഈസ് ക്ലാസിഫൈഡ് ആസ് റിജിഡ് പേയ്മെന്റ് ആണോ, സെമി റിജിഡ് പേയ്മെന്റ് ആണോ, ഫ്ലെക്സിബിൾ പേയ്മെന്റ് ആണോ? ഏതാണ് സിമെന്റ് ഗ്രൗട്ടഡ് പേയ്മെന്റ്? സെമി റിജിഡ് ആണ്. റിജിഡ് പേയ്മെന്റിന് ഏതായിരിക്കും? കോൺക്രീറ്റ്. ഫ്ലെക്സിബിൾ ബിറ്റുമിനസ്. അടുത്തത് നോക്കാം. Which one of the method is used in the design of rigid payments? Rigid payments ഉപയോഗിക്കുന്നത് CBR മെത്തേഡ്, ഗ്രൂപ്പ് ഇൻഡെക്സ് മെത്തേഡ്, വെസ്റ്റർഗാർഡ് മെത്തേഡ്, മക്ലിയോഡ്സ് മെത്തേഡ്. ഏതാണ്? വെസ്റ്റർഗാർഡ്സ് മെത്തേഡാണ് റിജിഡ് പേയ്മെന്റിന് വേണ്ടി ഉപയോഗിക്കുന്നത്. CBRും ഗ്രൂപ്പ് ഇൻഡെക്സും മക്ലിയോഡും ഒക്കെ ഫ്ലെക്സിബിൾ ആണ്. ഫ്ലെക്സിബിൾ
flexible. In flexible payments, wheel load is distributed by slab action directly to separate grain to grain transfer beam action. ഏതാണ് flexible payment? Grain to grain transfer ആണ്. Rigid ആണെങ്കിലോ slab action. Which among the following is not included the shape test for road aggregate? Road aggregateന്റെ shape test ഉൾപ്പെടാത്തത് ഏതൊക്കെയാണ്? ഒന്ന് ഓപ്ഷൻ എ ഫ്ലാറ്റ്നെസ് ഇൻഡെക്സ്, ഓപ്ഷൻ ബി ഇലോങ്ങേഷൻ ഇൻഡെക്സ്, ഓപ്ഷൻ സി ആംഗുലാരിറ്റി നമ്പർ, ഓപ്ഷൻ ഡി ഗ്രൂപ്പ് ഇൻഡെക്സ്. ഏതാണ് റൈറ്റ് ആൻസർ? ഗ്രൂപ്പ് ഇൻഡെക്സ് ആണ്. Bitumen is soluble in option A ammonia, option B carbon disulfide, option C petrol, option D diesel. Important question ആണ്, very important. Right answer ഏതാണ്? Carbon disulfide ആണ്. Bitumen is soluble in carbon disulfide. അടുത്ത question. What is the compensated gradient for a horizontal curve of radius 60 meter if the ruling gradient 5%? Grade compensation കണ്ടുപിടിക്കണം നമുക്ക്. Grade compensation കണ്ടുപിടിക്കാൻ ഇക്വേഷൻ ഏതൊക്കെയാ? 30 plus r by r 75 by r. 30 plus r by r എത്ര കിട്ടും? റേഡിയസ് എത്ര തന്നേക്കുന്നത്? 30 plus 60 divided by 60. ഇവിടെ 75 divided by 60 എത്ര കിട്ടും? 90 by 60 ചെയ്ത് നോക്കാം. $90 by 60 1.5%. 75 by 60 1.25%. ഇതിൽ മാക്സിമം ആണോ മിനിമം എടുക്കേണ്ടത്? ഇതിൽ മിനിമം ആണ് എടുക്കേണ്ടത്, അതായത് 1.25%. ഇപ്പോൾ ഗ്രേഡ് കോമ്പൻസേഷൻ എത്ര കിട്ടുന്നത്? റൂളിംഗ് ഗ്രേഡിയൻ്റ് എത്ര നമുക്ക് തന്നിട്ടില്ലേ? 5%. 5% മൈനസ് 1.25% എത്ര കിട്ടും? 3.75%. IRC നമ്മളോട് റെക്കമെൻഡ് ചെയ്തിട്ടുണ്ട് ഉള്ളത് എന്തുവാണ്? 4% കുറയാൻ പാടില്ല. അപ്പോൾ ഇത് 4% കുറഞ്ഞത് അത് പോസിബിൾ അല്ല. അപ്പോൾ നമ്മൾ കൊടുക്കുന്ന അവിടെ ഗ്രേഡിംഗ് കോമ്പൻസേഷൻ 4%, 4%. ഇതാണ് ആൻസർ. നമ്മുടെ ഓപ്ഷനകത്ത് 3.75% കാണും, 4% കാണും. നല്ല രീതിയിൽ പഠിച്ച് നോക്കി ചെയ്യാം. ഇത്രേ ഉള്ളു നമ്മുടെ ഹൈവേ എഞ്ചിനീയറിംഗിലെ ക്വസ്റ്റ്യൻസ്. ഏകദേശം ഒരു 75+ ക്വസ്റ്റ്യൻസ് നമ്മൾ ഇതിനകത്ത് ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ ക്ലാസ്സിൽ ട്രാഫിക് എഞ്ചിനീയറിനകത്തെയും എയർപോർട്ട് എഞ്ചിനീയറിങ്ങിനകത്തെയും എല്ലാ 50+50+ ചോദ്യം നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതെല്ലാം ഒന്ന് നോക്കുക. മാക്സിമം ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്താൽ മാത്രമേ നമുക്ക് കോമ്പറ്റീറ്റീവ് എക്സാമിന് നല്ല മാർക്ക് മേടിക്കാൻ കഴിയുള്ളൂ. ട്രാൻസ്പോർട്ടേഷൻ എഞ്ചിനീയറിങ്ങിനകത്തെ ട്രാഫിക് എഞ്ചിനീയർ കംപ്ലീറ്റ് ആയി, ഹൈവേ എഞ്ചിനീയർ കംപ്ലീറ്റ് ആയി, എയർപോർട്ട് എഞ്ചിനീയർ കംപ്ലീറ്റ് ആയി. ഇനിയുള്ളത് റെയിൽവേ ഉണ്ട്, ടണൽ എഞ്ചിനീയറിംഗ് ഉണ്ട്, പിന്നെ ഹാർബറും, പിന്നെ അർബൻ പ്ലാനിങ്ങും ഉള്ളു. അത് ബാക്കി വീഡിയോസ് പെട്ടെന്ന് തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. 10 മാർക്കാണ് നമുക്കുള്ളത്. കൂടുതൽ വെയിറ്റേജ് വരിക ഹൈവേയിലും റെയിൽവേയിലും തന്നെ ആയിരിക്കണം. ബാക്കി ഉള്ളിടത്ത് എന്തായാലും ക്വസ്റ്റ്യൻസ് ചോദിക്കും. ഇപ്പോൾ സിലബസ് പക്കയായിട്ട് ഇടുന്നുണ്ട്, അതനുസരിച്ച് ചോദ്യങ്ങൾ ചോദിക്കുന്നതായിരിക്കും. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ കമൻറ്റ് ചെയ്യുക. ആ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ.